അപ്പോൾ നമുക്കിന്ന് ഒരു ബിരിയാണി ആയാലോ? ഒരു അഫ്ഗാനിസ്ഥാൻ ബിരിയാണി. കുറച്ച് ചേഞ്ചൊക്കെ വേണ്ടേ? അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ആദ്യം നമുക്ക് അരി വേവിക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 3 ടീസ്പൂണോളം പാലൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 2 ടീസ്പൂണോളം ബട്ടറും ഇട്ടിട്ട് വെള്ളം നല്ലതുപോലെ തിളയ്ക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് തിളച്ച ശേഷം ബാക്കി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ ലോങ് റൈസ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്മോൾ റൈസ് ആണ് എടുത്തേക്കുന്നത്. നമ്മൾ നെച്ചോറൊക്കെ വെക്കുന്ന ടൈപ്പ്. നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം, അത് ഓരോരുടെ ഇഷ്ടം. കൂടുതലും ലോങ് റൈസ് ആണ് ഇതിന് നല്ലത്, ഒന്നും കൂടെ ടേസ്റ്റ് നല്ലതായിരിക്കും. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്കി മസാലാസ് ഉണ്ടാക്കാം. അപ്പോഴത്തേക്ക് അരി എവിടെ വെന്തോളും. അങ്ങനെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ജീരകം ഇട്ട് പിന്നെ ഈ നമ്മുടെ ഗ്രാമ്പൂ, കറുവപ്പട്ട അങ്ങനത്തെ ഐറ്റംസ് വീണ്ടും ഇടുക. എന്നിട്ട് ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, എന്നിട്ട് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ, പിന്നെ സാൾട്ടും പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഫ്രീസറിൽ ഫ്രീസ് ചെയ്തിട്ടാണ് ഇടുന്നത്, അതുകൊണ്ടാണ് ക്യൂബ് കണക്കിരിക്കുന്നത്. അങ്ങനെ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 ടീസ്പൂണോളം നമ്മുടെ പുളിവെള്ളം, പുളി ജസ്റ്റ് കുറച്ച് വെള്ളത്തിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ആ പുളിവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു പുളിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ബാക്കി പൊടി ഐറ്റംസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂണോളം കൊറിയാണ്ടർ പൗഡറും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് പിന്നെ ഒരു പൊട്ടാറ്റോയും കൂടി ഇടണം കേട്ടോ. ഇതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പൊട്ടാറ്റോ ആണ് ഈ മസാലയുടെ മെയിൻ ഐറ്റം തന്നെ. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം തൈരും പിന്നെ 1/2 തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒരു 1/2 ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ബിരിയാണിയുടെ അളവിൽ കട്ട് ചെയ്ത് വെച്ച് ആ ചിക്കനും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളവും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് ജസ്റ്റ് ആ നല്ല തിളയൊക്കെ വരുന്ന സമയത്ത് ഒരു ചെറുനാരങ്ങ ജസ്റ്റ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ മേളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് അതിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ മസാലയെല്ലാം നല്ല വൃത്തിക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ആ മസാല എല്ലാം നല്ല റെഡിയായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ചിക്കൻ അതിനകത്തുനിന്ന് മെയിനായിട്ട് എടുത്ത് മാറ്റണം. കാരണം ഈ അഫ്ഗാനിസ്ഥാൻ ബിരിയാണിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല മാഷ് ചെയ്തിട്ടുള്ള മസാലയാണ്. കാരണം ഞാനിവിടെ സൗദി വന്നതിന് ശേഷം ഈ അഫ്ഗാനിസ്ഥാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അന്നേരം അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ നല്ല മാഷ് ചെയ്തിട്ടുള്ള ചിക്കൻ സെപ്പറേറ്റ് ആയിരിക്കും, നല്ല മാഷ് ചെയ്തിട്ടുള്ള മസാലയാണ് അതിനകത്ത് അവർ ഇട്ടേക്കുന്നത്. അതാണ് അവരുടെ ഹൈലൈറ്റ് എന്നും പറയുന്നത്. അങ്ങനെ ഈ ചിക്കനെല്ലാം നമ്മളിത് മൊത്തത്തിൽ മാറ്റിയെടുത്തിട്ട് എന്തെങ്കിലും മാഷറോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ മസാല മൊത്തം ബാക്കിയുള്ളത് നല്ല ക്രീമി പരുവത്തിൽ നമുക്ക് മാഷ് ചെയ്തെടുക്കണം. എൻ്റെ കയ്യിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു ചെറിയൊരു കപ്പ് വെച്ചിട്ടാണ് മാഷ് ചെയ്ത് നല്ല ക്രീമി പരുവത്തിലാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾ കാണുമ്പോൾ പറയാം ഒരു കുഞ്ഞിക്കപ്പാണ്, നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ച് മാഷ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ തവി കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ അങ്ങനെ തന്നെ കിടക്കും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നല്ല മാഷ് ചെയ്ത് ക്രീമി പരുവാണ് നമുക്ക് വേണ്ടുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കാരണം നല്ല ടേസ്റ്റാണ്. ഇതുവരെ കഴിക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. എപ്പോഴും ഒന്ന് സ്ഥിരം നമ്മൾ ബിരിയാണി അങ്ങനെ കഴിക്കുന്നതിനെക്കാട്ടി ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റിക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ നല്ല രീതിക്ക് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മാഷ് ചെയ്തിട്ട് ഒരു നമ്മൾ മാഷ് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നെ നല്ല രീതിക്ക് ഒന്ന് മാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് സ്റ്റൗ ഓൺ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അത്രേ ഉള്ളൂ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. ദം ചെയ്യാൻ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കറക്റ്റ് പരുവം ഓവർ കുക്കും ആവരുത്, എന്നാൽ കുക്ക് ആവാതിരിക്കുകയും ചെയ്യരുത്. ആ ബിരിയാണിയുടെ ഏകദേശം ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ പരുവത്തിൽ റൈസ് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മാഷ് ചെയ്ത മസാലാസ് അതിന് മുകളിലേക്ക് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും മസാലാസ് എത്തുന്ന രീതിയിൽ നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് അതിന് മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇല്ലേ, ആ ചിക്കൻ എടുത്ത്
മൊത്തത്തിൽ റൗണ്ട് ചെയ്തൊന്ന് വെച്ചെടുക്കാം, ഒരു കാണാൻ ഭംഗിക്കോട് എന്ന് പറയാം. അങ്ങനെ ഈ ചിക്കൻ എടുത്ത് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിൽ വീണ്ടും റൈസ് ഇടുക. പിന്നെ ഞാൻ ഇതിൽ ഒനിയൻ കാരമലൈസ് ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ ഞാൻ വാങ്ങിച്ചതിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കാണിക്കാത്തത്. പിന്നെ ജസ്റ്റ് ഒന്ന് റൈസ് ഇടുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കി ഒരു ഇച്ചിരി പാലിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി അതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിക്കുക. എന്നിട്ട് ഒരു 2 ടീസ്പൂണോളം നെയ്യും കൂടെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇവിടെ ഞാൻ ഉരുക്കാത്ത നെയ്യാണ്, അതാണ് ക്യൂബ് കണക്ക് അതും ഇട്ടേക്കുന്നത് അതിൻ്റെ മുകളിൽ. അങ്ങനെ അതും കൂടെ ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ദം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻസിലൊന്ന് അറിയിക്കണേ. അത് മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.